കൊന്നിച്ചുവ മിനാസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്സോ. നമ്മൾ നോക്കാൻ പോകുന്നത് ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡിൻ്റെ സീസൺ 1 എപ്പിസോഡ് 3 ആണ്. പിന്നൊരു കാര്യം, നമുക്ക് ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡിന് വളരെയധികം സപ്പോർട്ട് കുറവാണ്. സോ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഈ സീരീസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് നമുക്കിതൊരു ബ്രേക്ക് ഇട്ട് നമുക്കിത് നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. സോ അത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. കുറച്ച് പേരെ കാണുന്നുള്ളൂ, ആ കുറച്ച് പേരുടെ സപ്പോർട്ട് എനിക്ക് എന്തായാലും വേണം. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും, ഈ വീഡിയോ ഇതുവരെ ഷെയർ ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, ഈ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ ആർത്തനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ്റെ ഒരു പോർട്ടലിനകത്ത് നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരന് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇനി പുള്ളിക്കാരന് ഒരിക്കലും സിലുവിനെ കാണാൻ സാധിക്കത്തില്ലെന്ന്. അടുത്ത സെക്കൻഡിൽ തന്നെ തൻ്റെ സങ്കടം കാരണം അവൻ കിടന്ന് കാറുമാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കഴിഞ്ഞ 4 മാസം ഞാൻ സിലുവയുടെ കൂടെയാണ് ടൈം സ്പെൻഡ് ചെയ്തത്. ഈ 4 മാസം എന്ന് പറയുന്നത് ശരിയാണ്, അധികം നാളൊന്നുമില്ല. പക്ഷേ എങ്കിലും സിലി എന്നെ സ്വന്തം ബ്ലഡിനെ പോലെയാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരി എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓർത്തിട്ട് എനിക്ക് സങ്കടം വരുന്നുണ്ട്. ഇനി എനിക്ക് അവിടെ ഒരിക്കലും കാണാൻ സാധിക്കത്തില്ല. പെട്ടെന്നായിരുന്നു അവൻ്റെ കാതിൽ ആ ഒരു ശബ്ദം കേൾക്കുന്നത്. സിൽവി, നീ ജീവനോട് ഇരിപ്പുണ്ടോ? ആർത്തർ, നിനക്കെന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? നീ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ ചിലപ്പോൾ... ആർത്തർ, നീ നിന്നെ തന്നെ കണ്ടു നോക്കിയേ. നീ ഒരു കൊച്ചു പയ്യനാണ്, പക്ഷേ നിൻ്റെ ഉള്ളിലെ മാനക്കോറാട്ടെ ഒരു ഡാർക്ക് റെഡ് സ്റ്റേജ് കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, നീ അധികം സ്ട്രോങ്ങർ ആയിട്ടുമില്ല. അതുകൊണ്ട് നിന്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് നിനക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അത് എൻ്റെ ഏറ്റവും യൂണിക്കുള്ള വില്ലി ഞാൻ നിനക്ക് തരുവാണ്. എനിക്കറിയാം നീ ഇപ്പോൾ പറയുന്നത് അത് നിനക്കൊന്നും വേണ്ടെന്നല്ലേ, അങ്ങനെ തന്നെയല്ലേ നീ പറയുന്നത്. പക്ഷേ അതൊന്നും പറയേണ്ട സമയമല്ല ഇത്. നീ വിഷമിച്ചിരിക്കേണ്ട സമയവുമല്ലത്. കാരണം നിനക്ക് ഒരു കുടുംബമുണ്ട്. നീ അവിടേക്ക് പോകണം, എന്നിട്ട് നല്ലൊരു മനുഷ്യനായിട്ട് വളരണം. എങ്കിൽ മാത്രമേ എനിക്കും നിൻ്റെ പാരൻസിനും നിന്നെക്കുറിച്ചോർത്ത് അഭിമാനിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നിൻ്റെ മാനക്കോർ പ്യുവർ വൈറ്റ് സ്റ്റേജ് കഴിയാൻ നേരത്ത് നിനക്കൊന്നുകൂടെ എൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കും. അന്ന് ഞാൻ എല്ലാം തന്നെ നിന്നോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ അതുവരെ ഫെയർവെൽ കിങ് ഗ്രേ. ഇത് കേട്ടപ്പോൾ ആർത്തർ ഞെട്ടിത്തരിച്ചു പോകുന്നുണ്ട്. അവന് മനസ്സിലായിട്ടില്ല സിൽവിക്ക് എന്നു മുതലാണ് അവൻ്റെ ഈ യഥാർത്ഥ ഐഡൻറ്റിറ്റിനെ പറ്റി അറിയാൻ പറ്റുന്നതെന്ന്. അതുമാത്രമല്ല, ഇനി എന്തായാലും അവന് ഫ്രണ്ടായിട്ട് ഒരേ ഒരു ക്ലിയർ ഉള്ള പാത്ത് മാത്രമേ ഉള്ളൂ, അത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പക്ഷേ അവനിപ്പോൾ എവിടെയാണ് നിൽക്കണമെന്ന് പോലും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ നേരെ മുകളിലേക്ക് ചാടി ഒരു മരത്തിൻ്റെ മുകളിൽ കയറി ചുറ്റും ഒന്ന് നിരീക്ഷിക്കുന്നുണ്ട് അവൻ എവിടെയാണെന്ന് അറിയാനായിട്ട്. മാൻ യൂസ് ചെയ്തിട്ട് പോലും അവന് മുമ്പിലുള്ളത് എന്നെ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പായിരുന്നു, അവനിപ്പോൾ ഉള്ളത് എൽസിൻ്റെ ഫോറസ്റ്റിലാണെന്ന്. അതുകൊണ്ട് തന്നെ അവൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഒത്തിരി അധികം ദൂരം അവൻ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ആ സമയത്താണ് പെട്ടെന്ന് അവൻ ആ ശബ്ദം കേൾക്കുന്നത്. എന്നിട്ട് പോയി നോക്കുന്നുണ്ട്. അതായിട്ട് ഒരു കാരവാനായിരുന്നു. അവിടെ കുറച്ചധികം ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. അവരെ കണ്ടത് നമ്മുടെ ആർത്തറിന് ദേഷ്യം വരും. കാര്യം അവർ സ്ലേവ് ട്രേഡേഴ്സ് ആയിരുന്നു. അവരുടെ കയ്യിലായിട്ട് ഒരു കൊച്ചു പെൺകൊച്ചും ഉണ്ടായിരുന്നു. ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാൻ പറ്റിയില്ലെന്ന് അവന് നന്നായിട്ട് തന്നെ അറിയാം. കാര്യം അവൻ്റെ കറണ്ട് അവസ്ഥ എന്ന് പറയുന്നത് കുറച്ചധികം വീക്കാണ്. അതുകൊണ്ട് തന്നെ അവരെ ഫോളോ ചെയ്യാൻ അവൻ തീരുമാനിച്ചു. അങ്ങനെ ഒത്തിരി അധികം ദൂരം അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. കറക്റ്റ് ഒരു സമയത്തിന് വേണ്ടി അവൻ കാത്തിരിക്കുകയാണ്. ആ ടൈമിൽ തന്നെ അവൻ്റെ മാനൊക്കെ ഗാദർ ചെയ്ത് അവൻ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആകാനും നോക്കുന്നുണ്ട്. അങ്ങനെ പറ്റിയ സമയം ഇതാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ആർത്തർ പെട്ടെന്ന് അവിടുന്ന് ഒരു കാർ എടുത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു മൃഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ തൻ്റെ പഴയ വീട്ടിലെ ഒരു പ്രീവിയസ് അല്ല ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതിവിടെ വർക്ക് ചെയ്യുമെന്ന് അവന് വലിയ പിടുത്തമൊന്നുമില്ല. അങ്ങനെ അടുത്ത സെക്കൻഡ് തന്നെ നേരെ താഴത്തേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു തന്നെ കഴുത്ത് നോക്കി ആ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അവൻ്റെ കഴുത്ത് മുറിഞ്ഞ് അവൻ അങ്ങോട്ട് കൊല്ലുന്നുമുണ്ട്. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വെപ്പൺ എടുത്തിട്ട് അവൻ്റെ ശരീരം അവർക്ക് കഴിക്കാനിട്ട് കൊടുക്കുവാണ്. അത് കഴിയുമ്പോൾ മറ്റൊരുത്തിന് വേണ്ടി അവൻ കാത്തിരുന്നു. അങ്ങനെ അവൻ അവിടേക്ക് വന്നപ്പോൾ കറക്റ്റ് സമയം കിട്ടിയപ്പോൾ അവനെയും അങ്ങോട്ട് കൊല്ലുന്നുണ്ട്. പക്ഷെ പെട്ടെന്നായിരുന്നു ആ കാരവൻ്റെ അന്ന് ഒരു വലിയൊരു ശബ്ദം കേൾക്കുന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ മറ്റു 2 പേർ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കൂട്ടത്തിൽ ഒരാൾ നമ്മുടെ ആർത്തറിനെ സെൻസ് ചെയ്ത് പെട്ടെന്ന് തന്നെ അവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ആർത്തറായിട്ട് ആ ഒരു അറ്റാക്ക് മാറി നേരെ അവൻ്റെ കാല് നോക്കി ഒരു കിള്ളിനെ അറ്റാക്ക് ചെയ്ത് അവൻ അങ്ങോട്ട് ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഇനി ഒരാൾ കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. ആ ഇപ്പോൾ ഡിഫീറ്റ് ചെയ്യപ്പെട്ട അവൻ പറയുന്നുണ്ട് അവന് സൂക്ഷിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. പക്ഷേ അതൊരു കൊച്ചാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ അവൻ തൻ്റെ കയ്യിലുണ്ടെന്ന വെപ്പൺ താഴെയിട്ട് തന്നെ ബെയർ ഹാൻഡ് കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അടുത്ത സെക്കൻഡ് തന്നെ ആർത്തറിൻ്റെ കൺമുമ്പിൽ നിന്ന് അവൻ അപ്രത്യക്ഷനായി ആർത്തറിൻ്റെ പുറകിൽ വന്ന് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ആർത്തറായിട്ട് അത് ഡോഡ്ജ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് തന്നെ പുള്ളിക്കാരൻ ശരിക്കും ഞെട്ടിപ്പോയി. കാര്യം ഒരു കത്തി അവൻ്റെ നേരെ വരുന്നുണ്ടായിരുന്നു. അത് പിടിച്ചപ്പോഴാണ് ആർത്തർ ഒരു എന്താ പറയുക ഒരു നൂല് പോലത്തെ ഒരു സാധനം യൂസ് ചെയ്തിട്ട് അവൻ മനസ്സിലാക്കിയത്. അടുത്ത സെക്കൻഡിൽ തന്നെ ആർത്തറിൻ്റെ അടുത്തേക്ക് വന്ന് ഒരു കിടിലൻ കിക്ക് അങ്ങോട്ട് ചെയ്യും. അതവന് പ്രോപ്പർലി ഡോഡ്ജ് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ അറ്റാക്ക് അവൻ്റെ മേത്ത് വീഴുന്നുണ്ട്. അവനായിട്ട് വന്ന് ആർത്തറിനെ പൊക്കി എടുക്കുകയും ചെയ്യും. എന്നിട്ട് പറയുകയും ചെയ്യും, നീ ഇച്ചിരി ഇളക്കിലും നിൻ്റെ കയ്യിരിപ്പ് അത് കൊള്ളാം കേട്ടോ. ഈ സമയത്താണ് പുള്ളിക്കാരൻ ഫയർ മാജിക്കിനെ പറ്റി ആലോചിക്കുന്നത്. അടുത്ത സെക്കൻഡിൽ തന്നെ ആ ഒരു ബാൻഡിൻ്റെ കൈ മുറുക്കി കയറി പിടിച്ച് അവനൊരു ഫയർ മാജിക് യൂസ് ചെയ്യുന്നുണ്ട്.
പിന്നെ കാണിക്കുന്നത് ഒരു എക്സ്പ്ലോഷനാണ്. അവിടെ ഒരു വലിയൊരു എക്സ്പ്ലോഷൻ തന്നെ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു ബാൻഡിൻ്റെ കൈകെട്ട പൂർണ്ണമായിട്ട് നശിച്ചിട്ടുണ്ട്. ഈ സമയത്ത് പുള്ളിക്കാരൻ കറക്റ്റ് ടൈം ഇതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആർത്തർ നേരെ അവൻ്റെ പുറകിൽ വന്നുകൊണ്ട് ആ കത്തി കൊണ്ട് അവനെ അങ്ങോട്ട് കൊല്ലുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൊന്നതിന് ശേഷം ആർത്തർ നേരെ പോയി ആ ഒരു ഡോർ തുറക്കുവാണ്. അതിനകത്തോട്ട് ഒരു പെൺകൊച്ചി പേടിച്ച് വിറച്ചിരിപ്പുണ്ടായിരുന്നു. ആർത്തർ പറയുന്നുണ്ട്, പേടിക്കണ്ട കേട്ടോ, നീ ഇനി സേഫാണ്, നിനക്ക് ധൈര്യമായിട്ട് തന്നെ വീട്ടിലേക്ക് പോകാം. ഇത് കേൾക്കാൻ നേരത്ത് അവൾ കിടന്ന് കരയാൻ തുടങ്ങും. സോ അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട.